മൂപ്പർ പറയണുള്ളൂ എന്നാ. എന്താ വാസ്തവത്തിൽ ഈ ഹദീസ്? ഈ ഹദീസിൽ എന്ത് ദഈഫാ? ഈ ഹദീസിലെ ഏതെങ്കിലും സനദിൽ ദഈഫായ സനദിലൂടെ ഏതെങ്കിലും കിതാബിലുണ്ടെങ്കിൽ തന്നെ ഈ ഹദീസ് പല ഗ്രന്ഥങ്ങളിലും പല റിപ്പോർട്ടർമാരിലൂടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രമാണയോഗ്യമായ വളരെ സംശുദ്ധമായ ഒരു സനദ് ഇമാം ബസ്സാർ തന്റെ കിതാബിൽ ഇതിന് നൽകുന്നുണ്ട്. നബാൻ ഇബ്നു സ്വാലിഹിൻ അൻ മുജാഹിദിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർളി സിബൽ ഹഫള യക്തുബൂന മാ സഖത മിൻ വറഖി ശജർ ഫഇദാ അസ്വാബ അഹദകും മഅജതുൻ ബിഅർളിൻ ഫലാത് ഫല്യുനാദി അഈനു ഇബാദല്ലാഹ്. അല്ലാഹ്ക്ക് കുറെ മലക്കുകളുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. ആ മലക്കുകൾ ഭൂമിയിലൂടെ നടക്കുന്നുണ്ട്. നമ്മളെ കാക്കാനും നോക്കാനും ഏൽപ്പിച്ചവരല്ലാത്ത മലക്കാണ് അവര്. ആ മലക്കുകൾ യക്തുബൂന മാസഖത മിൻ വറഖി ശജർ, വൃക്ഷത്തിന്റെ ഇല വീണതുപോലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാഹു വയഅലമുഹാ. ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നുണ്ടോ ആ ഇല പൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹു അറിയുകയും മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന മട്ടിൽ അള്ളാഹു വിവരിക്കുന്നതിനെയാണ് ഈ ഹദീസിൽ നബി വിവരിക്കുന്നത്. ഇല വീഴുന്നത് എഴുതി വെക്കാൻ പോലും നടക്കുന്ന മലക്കാണ്. അപ്പൊ കാട്ടിൽ പോലും മലക്കുകളുണ്ട്. ഇല വനയിലും കാട്ടിലും വീഴൂലേ? കാട്ടിലും ഇല വീഴൂലേ? അപ്പൊ അവിടത്തെ ഇലകൾ വീഴുന്നത് പോലും എഴുതുന്ന മലക്കുകൾ. ഫൈദാ അസ്വാബ അഹദകും, അപ്പൊ നിങ്ങളിൽ വല്ലവനും സംഭവിച്ചാൽ മരുപ്രദേശത്ത് വെച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുകളോ കാൽ കോച്ചലുകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിച്ചാൽ ഫല്യുനാദി, അവൻ വിളിച്ചാട്ടെ അഈനു ഇബാദല്ലാഹ്, അള്ളാന്റെ ദാസന്മാരെ സഹായിക്കുകയോ എന്ന് വിളിച്ചാട്ടെ. മറിഞ്ഞ വൈക്ക് സഹായം തേടിയാൽ ശിർക്കാണ് എന്നറിയുന്ന വഹാബിയക്ക് ഇത് പ്രശ്നമാണ്. കാരണം കാണാത്തോലോടാണുള്ള സഹായം തേടുന്നത്. പക്ഷെ ഇത് ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസയല്ല. ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസ മരിച്ചോരോട് പറയുന്നതാണ്. ഓലിന് വരച്ചേക്കുക, എന്നിട്ട് അതാണ് ഞങ്ങൾ പറയുന്നത് കൊണ്ടരി അതിനെന്നറിയാം, മറ്റേന് കൊണ്ടു ചെന്നാൽ അതല്ല എന്നറിയാം. ഇവര് വലിയ ആജ്ഞാശക്തിയിൽ ഇങ്ങനെ കുത്തിരിക്കണ മേസ്തിരിമാര്. ഈ മേസ്തിരിമാര് പറയണതിന് നമ്മളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാന് എന്താ മട്ടം? ഇതും പറയേണ്ടതിനല്ലേ മറുപടി. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിച്ചുകൊണ്ട് സഹായം തേടുന്നതാണ് പ്രാർത്ഥന. അള്ളാഹു അല്ലാത്തവരെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നവർ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്നത് തീർച്ചയായും മറഞ്ഞ വഴിക്കുള്ള സഹായം അപേക്ഷിച്ച് കാണാത്തവരെ അടിയങ്ങളോട്, അള്ളാഹിനോടല്ല, കാണാത്ത അള്ളാന്റെ അടിയങ്ങളോട് സഹായം തേടലാണ്. ഈ സഹായം തേടലൊന്നും വേണ്ട. നിങ്ങൾ മരിച്ച മഹാത്മാക്കളോട് സഹായം തേടലും ആവലാതിപ്പെടലും തന്നെ എത്രയോ തവണ നമ്മൾ തെളിവ് നിരത്താറുണ്ട്, സുന്നികൾ പ്രസംഗിക്കാറുണ്ട്. ഈ സുന്നി ജമാഅത്തിന്റെ ബാനറിൽ ഓരോ റബീഉൽ അവ്വലിലും ഇതിന്റെ ദശക്കണക്കിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒരിക്കൽ പോലും ലോകത്താകെ വാദപ്രതിവാദം നടത്തി അവിടുത്തെ വാദപ്രതിവാദം, ഇവിടുത്തെ വാദപ്രതിവാദം, അപ്പുറത്തെ വാദപ്രതിവാദം എന്നിങ്ങനെ പറഞ്ഞ് പെരുമ്പറ കൊട്ടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ സുന്നി പക്ഷം തോറ്റുപോയെന്ന് പറയുന്ന ഈ വഹാബികൾ ഗ്രൂപ്പ് വ്യത്യാസമന്നെ. അവരടക്കം എത്ര ഗ്രൂപ്പ് അവരുണ്ടെങ്കിലും മൗദൂദികളും ചേർന്നാലും പറയട്ടെ, എല്ലാവരും കൂടി ചേർന്നിട്ട് അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിക്കുക, അന്യായപ്പെടുക, പ്രയാസം പറയുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു തന്നെ നിങ്ങളുടെ തൗഹീദിന്റെ മർമ്മപ്രധാന വിഷയം നിങ്ങൾ ശിർക്ക് ശിർക്ക് എന്നും പറഞ്ഞു 100 ആണ്ട് പറഞ്ഞു 90 ആണ്ട് പറഞ്ഞു എന്ന് തർക്കിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്യാനും സംവദിക്കാനും നിങ്ങൾ സുന്നി ജമാഅത്തുമായി തയ്യാറുണ്ടോ? ഇത് പറയാനാണ് ഞങ്ങൾ ഇത്തരം സ്റ്റേജുകളിൽ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ കാണിക്കാം. അത്തരം ഹദീസുകൾ തന്നെ നിങ്ങൾ പറയുന്ന യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് വേണ്ട, അത് വെച്ച് വെച്ചാലും സുന്നികൾ പറയുന്ന ഹദീസുണ്ട്. നിങ്ങൾ ഇന്ന് വരെ സുന്നി ജമാഅത്തിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ റബീഉൽ അവ്വലിൽ നടന്ന ഏതെങ്കിലും ക്യാമ്പയിനിൽ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അല്ലാതെ നിങ്ങൾ പറയുന്ന മരിച്ച മഹാത്മാക്കളോട് സഹായം തേടുന്നതും ആവലാതി പറയുന്നതും തന്നെ എത്രയെങ്കിലും ഉണ്ട്. അങ്ങനത്തെ ഹദീസുകൾ തന്നെ അങ്ങക്ക് പറയാം. പക്ഷേ ഈ ഹദീസ് നിങ്ങൾ വെറുതെ ലൈഫാന്ന് പറഞ്ഞ് തള്ളാൻ പോരാ. സക്കരിയ സലാഹി ചോദിക്കുന്നത് ലൈഫ് ഹദീസ്, അത് മൂപ്പര് സമ്മതിച്ചു. പക്ഷേ ഈ ഹദീസിനെ നബി മുഹമ്മദ് അനുസരിച്ച് അമൽ ചെയ്തില്ലേന്നാ.
നേവി ഇമാമതനുസരിച്ച് അമൽ ചെയ്തില്ലേ. ഇമാം നേവിന്റെ ഗന്ധം അത് അദ്കാർ എന്ന് പറയുന്ന ഗന്ധത്തിൽ അദ്ദേഹം ബാബുമായ കൂലു ഇതം ഫലത്തത്ത് ദാബത്തുഹു, ഒരു തന്നെ മൃഗം എങ്ങനെയെങ്കിലും പോയാൽ, അനുസരണക്കേട് കാട്ടി ഇളകിപ്പോയാൽ, കുന്തിരി എടുത്തൊക്കെ പോയാൽ എന്തു പറയണം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു. റുബീന ഫീ കിതാബ് ഇബ്നു സുന്നി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഫലതത് ദാബത്തു അഹദികും ബി അർദിൻ ഫലാത്ത് ഫൽയുനാദി യാ ഇബാദല്ലാഹ് യഹ്ബിസു യാ ഇബാദല്ലാഹ് യഹ്ബിസു. മരുഭൂമിയിൽ വെച്ച് നിങ്ങളിൽ ഒരാളുടെ മൃഗം ഒഴിഞ്ഞു പോയാൽ, കെട്ടടിഞ്ഞു പോയാൽ, കുന്തിരിയെടുത്തു പോയാൽ അയാൾ വിളിച്ചോട്ടെ, അള്ളാന്റെ അടിയങ്ങളെ അതിനെ കെട്ടിടിയോ, അള്ളാന്റെ അടിയങ്ങളെ കെട്ടിടിയോ എന്ന് വിളിച്ചോട്ടെ. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി, കാരണം ഭൂമിയിൽ അല്ലാഹുവിനെ കൊണ്ട് ഹാസിറ, അതിനെ തടഞ്ഞു വെക്കുന്ന ആൾ, സയഹ്ബിസുഹു, ആ തടഞ്ഞു വെക്കുന്നയാൾ അതിനെ തടഞ്ഞു വെക്കും എന്ന് ഇബ്നു സുന്നിയുടെ കിതാബിലൂടെ നമുക്ക് ഇബ്നു മസ്ഊദിന്റെ ഹദീസ് കിട്ടിയെന്ന് വിവരിച്ചിട്ട് ഇമാം നവവി പറയുന്നു, ഖുൽതു ഹകാലി ബഅദു ശുയൂഖിനൽ കിബാർ ഫിൽ ഇൽമി, വിവരത്തിലും ദീനിലും നമുക്ക് ഗുരുവര്യരായിട്ടുള്ള വലിയ മഹാത്മാക്കളിൽ ചിലർ നമ്മോട് പറഞ്ഞു, അന്നഹും ഫലതത് ലഹു ദാബത്തുൻ, അവരുടെ ഒരു മൃഗം വഴി വെറ്റിപ്പോയി, അദുന്നുഹാ ബഗ്ല, യാത്രക്ക് ഉപയോഗിച്ച കോവർ കഴുതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. വകാന യഅരിഫു ഹാദൽ ഹദീസ, ഈ ഗുരുവര്യർക്ക് ഈ ഹദീസ് അറിയുമായിരുന്നു. ഫഖാലഹു, ഈ ഹദീസിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്രേ, ഫഹബിസഹല്ലാഹു അലൈഹിം ഫിൽ ഹാൽ, അവരുടെ യാത്രാ സംഘത്തിന് ഈ കോവർ കഴുതയെ അള്ളാഹു തടഞ്ഞിട്ട് വഴിതെറ്റിപ്പോകാതെ കൊടുത്തു എന്ന് വിവരിച്ചിട്ട് ഇമാം നവവി പറയുന്നു, വകുന്തു അന മറത്തൻ, ഒരിക്കൽ ഞാനായിരുന്നു മാ ജമാഅത്തിന്റെ ഒരു സംഘത്തോടൊപ്പം, ഫംഫലതത് മിൻഹാ, അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയി, ബഹീമത്തുൻ, ഒരു മൃഗം, വഅജസു അൻഹാ, അതിനെ കിട്ടാതായി പോയി, ഫഖുൽതുഹു, അപ്പൊ ഞാൻ ഇതിനെ പറഞ്ഞു, ഫവഖഫത് ഫിൽ ഹാൽ ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഈ പറച്ചിലല്ലാതെ മറ്റൊന്നുമില്ലായിരിക്കെ ഈ മൃഗം അവിടെ നിന്നു, നമുക്ക് കിട്ടി. ഇത് ആരാ പറയുന്നത്? ഇമാം നവവി. അപ്പൊ ഇമാം നവവി ഇത് ചെയ്തില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും തന്റെ മഹത്തുക്കൾ ചെയ്തതായി വിവരിക്കുന്നുണ്ട്. ഇവര് ചെയ്തതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ഇതാണത്രേ ഞാനും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള എല്ലാ പ്രശ്നം. എന്താ കേട്ടോ, ഈ ഒരു ഹദീസിന് നബിമാമും അഹ്മദ് ഇബ്നു ഹംബലും എന്ത് ചെയ്തു ആ മറുപടി? ഇങ്ങനത്തെ ലൈഫായ ഹദീസിന് എത്രയാ പേര് ഇങ്ങനെ ചിന്തിക്കലെന്നറിയോ? ഓഹോ, ലൈഫായ ഹദീസിന് എത്ര കാലാവര് ചിന്തിക്കല്. ഇമാം നബി ചെയ്തോ, ഇമാം മറ്റോല് ചെയ്തോന്ന് ഏത് സ്വഹാബിനെ പറഞ്ഞാൽ പോലും അത് മുശ്രിക്കാണ്, ശിർക്കാണ് എന്ന് പറയാൻ മടിയില്ലാതെ നിർലജ്ജം വാദപ്രതിവാദങ്ങളിലും സാഭാസങ്ങളിലും പ്രസംഗങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഹാബികൾക്ക് ഇമാം നബി ഇത് പറഞ്ഞതിനെ പറ്റി എന്ത് പറയൂന്ന് കിട്ടായിട്ടാ ഞാൻ തുടങ്ങിയത്. സക്കരിയ സ്വലാഹി, ഈ ഹദീസിന്റെ ഒപ്പം നടക്കണോ മുജാഹിദ് വിഭാഗം? എന്താ രസം! ഇതിന് കോമാളിയാകാൻ കുറെ ആളും, ഇതിന് കോമാളിയാകാൻ വണ്ടിയും പ്രയാസവും പണം എടുത്തിട്ട് ഒരുപാട് മുജാഹിദ് കുട്ടികൾ രണ്ട് കൂട്ടരൊപ്പം നടക്കുക. വിഷയം എന്താ? ഈ ലൈഫായ ഹദീസിന് എന്തു ചെയ്യും? അതിന് നബി ചെയ്തതിന് എന്ത് മറുപടി കൊടുക്കും? ലൈഫായ ഹദീസ് അവിടെ വലിച്ചെറിഞ്ഞെളിയുന്നല്ലേ നിങ്ങളെ സാധാരണ മറുപടി? അത് കൊടുത്താളി. ലൈഫായ ഹദീസ് വലിച്ചെറിഞ്ഞെളിയുന്ന മറുപടി എന്ന് പറയാൻ ഔദ്യോഗിക മുജാഹിദിന് പറ്റും. പക്ഷെ അവർ പറയുന്ന ഈ ലൈഫായ ഹദീസിനും വേണ്ടി എന്തിനാ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നിശ്ചലമാക്കുന്നു? ചലനല്ലാതെ ആയിപ്പോയില്ലേ നമുക്ക് എന്നാ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹദീസിന്റെ അവസ്ഥ? ഞാൻ വായിച്ചല്ലോ. മൂസബിന് ഇസ്ഹാഖ്, മുൻജാബ് ഇബ്നുൽ ഹാരിസ്, ഹാത്തം ഇബ്നു ഇസ്മായിൽ, ഉസാമത്ത് ഇബ്നു സയ്യിദ്, അബാൻ ഇബ്നു സ്വാലിഹ്, മുജാഹിദ്, ഇബ്നു അബ്ബാസ്, ഖാല ഖാല റസൂലുള്ളാഹിന്റെ ഹദീസ്. ഈ ഹദീസ് എന്തേത്രേ? നോക്കി നോക്കുമ്പോ ഒക്കെ ഹദീസ് മോശ. ഇത് സംബന്ധമായ ഹദീസ് ഒക്കെ മോശ. ആരാ പറയണേ? ബല ഹദീസിന്റെ വലിയ പണ്ഡിതൻ അൽബാനിയോട് പറഞ്ഞാ ഒക്കെ ശരി. ഈ അൽബാനി പറഞ്ഞിട്ട് മൂപ്പർ അവസാനം എത്തിയിട്ട് പറയണ എവിടെയാണെന്നറിയോ? അതാണ് അതിൽ രസം. ഞാൻ നോക്കുമ്പോ ഈ ഹദീസ് ആദ്യം മൂപ്പർ കുറേ നോക്കിയിട്ട് മൂപ്പർ പറയുന്നു ഈ ഹദീസ് ഒക്കെ നോക്കി ഹദീസ് ലൈഫാണ് എന്നൊക്കെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെയാണ് മൂപ്പർ ഇപ്പൊ കാണുന്നത്. എന്താ ഹദീസ്? ബഅദ കിതാബത്തി മാ സബഖ, ഇത്രയും ഞാൻ കുറിച്ചതിന്റെ ശേഷം,
ഈ ഹദീസ് ലൈഫാന്ന് കുറെ കുറിച്ചിട്ട് അൽബാനി പറയാ, ഇത്രയും ഞാൻ കുറിച്ച ശേഷം വഖഫ്തു അലാ ഇസ്നാദിൽ ബസ്സാർ, ബസ്സാർ എന്നവർ നിവേദനം ചെയ്ത ഒരു സനദ് ഞാൻ വെളിപ്പെട്ടു, അതിന്റെ മേൽ ഞാൻ വെളിപ്പെട്ടു. ഫി സവായിദിഹി, മൂപ്പരുടെ സവായിദില്. ഖുൽതു, ഞാൻ പറയട്ടെ, വഹാദാ ഇസ്നാദുൻ ഹസൻ, ഇത് സ്വീകാര്യമായ ഇസ്നാദാണ്. സ്വഹീഹിന് കഴിഞ്ഞാൽ പിന്നെ ഹസൻ എന്നാ പറയാ. സ്വീകാര്യമായ ഇസ്നാദാണ് ഹസൻ. ഇത് ഇസ്നാദ് ഹസനാണ്. കമാ ഖാലു, എല്ലാ മുഹദ്ദിഥീങ്ങളും പറഞ്ഞ മാതിരി എന്ന് വിവരിച്ചിട്ട് പിന്നെ മൂപ്പർ അവസാനത്തിൽ മൂപ്പർ പറയാ, പക്ഷെ ഈ ഹദീസിന് കുഴപ്പം ഞാൻ കാണുന്നത് ഇത് മർഫൂആയ ഹദീസല്ല, ഇത് മൗഖൂഫാ തോന്നുന്നുണ്ട്. മൗഖൂഫ് എന്താ, അനിബിനി അബ്ബാസിൻ കാല കാല റസൂലുള്ളാഹി, ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പറയുന്നു കാല കാല റസൂലുള്ളാഹി എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. ഇബ്നു അബ്ബാസ് എന്നാരാ കേൾക്കുന്നത്? നേരെ ശിഷ്യൻ മുജാഹിദ്. എന്നിട്ട് ഈ ഹദീസ് പറയുന്നത് മൗഖൂഫാണെന്ന് തോന്നുന്നു, ഇത് മർഫൂആന്ന് കിട്ടാത്തോണ്ടാണ് നമുക്ക് കുഴപ്പം. എന്താ മട്ടം? ഈ പറഞ്ഞ സനദിൽ മുഴുവൻ ആളുകളും സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുള്ള റാവികളാ. സ്വഹീഹ് മുസ്ലിം, ബുഖാരിനും മുസ്ലിമിനും ദഈഫ് എന്ന് പറഞ്ഞോന്നല്ലേ നിങ്ങളിപ്പോ ആളുകളെ പുറത്താക്കാൻ പറയുന്ന ന്യായം? ആ സ്വഹീഹ് മുസ്ലിമിലെ റാവിയാണ് ഈ ഹദീസിലുള്ള റാവി. ആ റാവിയിൽ കുഴപ്പം പറയാൻ വഹാബികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് യാ ഇബാദല്ലാഹ് എന്ന ഒരൊറ്റ ഹദീസ് തന്നെ മതി ഇവരുടെ മറഞ്ഞ വഴിക്കുള്ള ഉപകാരം ഉപദ്രവം പേടിച്ചിട്ടോ അത് മോഹിച്ചിട്ടോ ശിർക്ക് ശിർക്ക് എന്നറിയുന്നത് പൊളിയാൻ. ആരും കാണാതെ യാ ഇബാദല്ലാഹ് അറിഞ്ഞാൽ കാക്കാൻ അള്ളാഹ്ക്ക് ആളുണ്ട്. നിങ്ങൾ കാണാത്ത ഖാല റസൂലുള്ളാഹി, കാണാത്തതിന്റെ അള്ള പറഞ്ഞാ കാണാത്താന്ന്. നബി പറഞ്ഞു മലക്കുകളെ നമ്മൾ കാണൂല്ലോ, കാണൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു ഹാസിറൻ, തടയുന്നവരുണ്ട്. ഞാരാ തടയാ? ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ ജിന്നാകാം എന്ന് ചില മുഹദ്ദിസുകൾ അഭിപ്രായപ്പെടുന്നു. ആ ജിന്നിനെ ഖുർആൻ എന്താ പറയുന്നത്? യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും, നിങ്ങളെ അവർക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയൂല. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്തയിടത്ത് നിന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നവരാണവർ. ആ ജിന്ന് സഹായിക്കും, അല്ലെങ്കിൽ മലക്ക് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഈ ഹദീസ് ദഈഫാന്ന് പറഞ്ഞിട്ടുള്ള ഹദീസും വെച്ചിട്ട് ആകെ ഈ ഹദീസ് ദഈഫായത് എന്ത് ചെയ്യും?